ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ മഴത്തോര് മുമ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓരോ ദിവസവും പുതിയ പുതിയ അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറിയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേയൊക്കെ നോവൽ വായിച്ചതിനെ ബേസ് ചെയ്തിട്ടും ഒക്കെയാണ് സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നത്. വളരെ അടിപൊളി നോവലായിരുന്നു മഴത്തോര് മുമ്പേ എന്നുള്ളത്. അതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ അലീന വൈജയുടെ മകളാണെന്നുള്ള സത്യം ബാലചന്ദ്രൻ അറിഞ്ഞിട്ട് എന്താണെങ്കിലും കുറേ നാളായിട്ടുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ ഈ സത്യം അറിഞ്ഞു എന്നുള്ള കാര്യം അലീന അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവസാനം അലീനയെ അറിയിച്ചിരിക്കുകയാണ് ബാലചന്ദ്രൻ. അലീന പോവാൻ നിൽക്കുന്ന സമയത്താണ് അലീനയോട് ഈ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ പറയുന്നത്. നീ വൈജിയുടെ മകളല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്രൻ അലീന പോവാതിരിക്കാനായിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്ത് കീ ഒക്കെ എടുത്തുകൊണ്ട് പോയേക്കായിരുന്നു. അങ്ങനെ കീ വാങ്ങിക്കാനായിട്ടാണ് അലീന ചെല്ലുന്നത് പോവാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കീ കൊടുക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നത്തെ സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ്. അപ്പോൾ എന്താണെങ്കിലും അത് കേൾക്കാത്തവർ ആ സ്റ്റോറി ഒന്ന് കേൾക്കുക കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അലീന പോവാൻ റെഡിയായിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് കീ ചോദിച്ച് ചെല്ലുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അലീന പറയുകയാണ്, ഞാൻ എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിൽ കിടന്നത് ആകെ ബുദ്ധിമുട്ടുന്നത് ഞാനല്ലേ? എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് സ്വയം എരിഞ്ഞടങ്ങാൻ വേണ്ടിയിട്ട് വന്നതല്ലേ നീ എന്ന് ചോദിക്കുകയാണ്. സ്വയം നീറി ജീവിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അതിന് മറുപടി ഒന്നും പറയാതെ കീ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അലീന. ആ സമയത്ത് ബാലചന്ദ്രൻ കസേരയിൽ ഇരുന്നിട്ട് തൻ്റെ ഫോണിലുള്ള രേവതിക്കുട്ടിയുടെ കോൾ റെക്കോർഡിങ്സ് ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. അത് കേട്ടതോടു കൂടിയിട്ടാണ് ബാലചന്ദ്രൻ തൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് അലീന അറിയുന്നതും അലീന അവിടെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം അലീനയെ അവസാനം കുറച്ചൊക്കെ വഴക്ക് പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരു മറുപടി തന്നിട്ട് നിനക്ക് പോവണമെങ്കിൽ പോവാം, നീ പോവുകയാണെങ്കിൽ ആ നിമിഷം നിൻ്റെ കൂടെ ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും, അതിനും റെഡിയായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ നീ പോയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ ഇതുപോലെ ജീവിക്കും, അച്ഛനും മകളുമായിട്ട് ജീവിക്കും. നീ വൈജയുടെ അല്ല, നീ എൻ്റെ മകളാണ്. പക്ഷേ നീ പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിൻ്റെ അമ്മയെ അറിയിക്കും, എല്ലാവരെയും അറിയിക്കും. പിന്നീട് ഈ വീട്ടിൽ നിനക്ക് സ്ഥാനം ഉണ്ടാവണമെന്നില്ല. ഈ വീട്ടിൽ ഞാൻ മാത്രമായിരിക്കും പിന്നീട് ജീവിക്കാൻ പോകുന്നത്. വൈജി ഈ വീട്ടിൽ ഉണ്ടാവത്തില്ല. നിനക്ക് വൈജിയുടെ കൂടെ പോകണോ എൻ്റെ കൂടെ നിൽക്കണോ എന്ന് ആ സമയത്ത് നിനക്ക് തീരുമാനിക്കാം എന്നൊക്കെ ആയിട്ട് ഭയങ്കര കാര്യങ്ങൾ ഇങ്ങനെ പറയട്ടോ. അതായത് അലീനയെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. കാര്യങ്ങളൊക്കെ വൈജിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായി മാറും. വൈജി പിന്നെ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. വൈജിയെ ചതിച്ചത് കൊണ്ട് വൈജി എങ്ങനെ പ്രതികരിക്കും? ഇനി ബാലചന്ദ്രൻ്റെ ജീവിതത്തിൽ ഉണ്ടാവത്തില്ല, ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേക്കാം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കത്തില്ല, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയത്തേ ഉള്ളൂ എന്നുകൂടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അലീന ആകെ പെട്ടുപോവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോവാൻ ഇനി നിനക്ക് വേണമെങ്കിൽ തീരുമാനം എടുക്കാം, പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുക എന്നൊക്കെ പറയുമ്പോൾ അലീന അവിടെ തന്നെ പൊട്ടിക്കരഞ്ഞിരുന്ന് പോകണം. അതിനൊക്കെ ശേഷം പിന്നെ താഴേക്ക് കീ കൊണ്ടുവന്നിട്ട് ഡോറ് തുറക്കുന്നുണ്ട്. പക്ഷെ അലീന പോകുന്നില്ല. അത് കണ്ടിട്ട് വൈജി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അലീന പോവാത്തത് കാരണം എന്തുകൊണ്ടാണ് നീ പോവാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ സാർ എന്നോട് പോകണ്ടെന്നാണ് പറഞ്ഞത്, ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറയട്ടോ. സാറ് പറയാതെ ഞാൻ ഇനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ അതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് തന്നെ പറയണം അലീന. അങ്ങനെ ആ സമയത്താണ് കാറിൻ്റെ ഹോൺ കേൾക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ രാജീവും മനുവും കൂടിയിട്ടാണ് വരുന്നത്. അങ്ങനെ അവർ വരുമ്പോൾ തന്നെ രാജീവ് ചോദിക്കുന്നുണ്ട്, എന്തായി അവൾ പോയോ എന്ന് ചോദിക്കുമ്പോൾ, എവിടെ പോവാൻ, അവൾ ബാലചന്ദ്രൻ്റെ അടുത്ത് കീ വാങ്ങിക്കാൻ പോയി, കീ വാങ്ങിച്ചുകൊണ്ട് വന്നു, ഞാൻ തുറന്നു, പക്ഷേ അവൾ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ബാലചന്ദ്രൻ അവളെ എന്തൊക്കെയോ പറഞ്ഞ് ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് രാജീവേട്ട, ഇനി അവൾ ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ രാജീവ് ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട്, എവിടെ അവൾ, വിളിക്കുക അവളെ, ഞാൻ സംസാരിക്കുക അവളുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുക കേട്ടോ.
അങ്ങനെ അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയെ വിളിക്കുമ്പോൾ അലീന പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് പോകാൻ, പിന്നെ നീ എന്താ ഇവിടെ പോവാത്തത്, എൻ്റെ വേറൊരു മുഖം നീ കാണണ്ട എന്നൊക്കെ പറയുമ്പോൾ അലീന ഭയങ്കര ധൈര്യത്തോട് കൂടിയിട്ട് പറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുകളിലിരിക്കുന്ന ബാലചന്ദ്രൻ സാറിനോട് പോയി പറയുക. അദ്ദേഹം പറഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഈ വീടിൻ്റെ ഓണർ ബാലചന്ദ്രൻ സാറാണ്. ബാലചന്ദ്രൻ സാറിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവും ഇല്ല എന്നിങ്ങനെ പറയാണ് അലീന. അപ്പോൾ അത് കേട്ടപ്പോൾ അവരാകെ അന്തം വിട്ട് നിൽക്കണം. അലീന ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമെന്ന് ഓർത്തിട്ട് കേട്ടോ. അങ്ങനെ രാജീവൻ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി ചെല്ലുക കേട്ടോ. മനു ആണെങ്കിൽ ഇതിപ്പോൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ എങ്ങനെ ഇത് രണ്ടും കരയ്ക്കടുപ്പിക്കും എന്നോർത്ത് ആകെ ധർമ്മസങ്കടത്തിലായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മനു മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ അവിടെ അലീനയുണ്ട്, മനുവും മുത്തശ്ശിയുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ മനു പറയുന്നുണ്ട്, എന്തൊക്കെയാണ് മുത്തശ്ശി ഇവിടെ നടക്കുന്നത്, ഇനി എന്തൊക്കെ കാണേണ്ടി വരും. രാജീവങ്ങൾ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. കൊച്ചച്ഛനാണെങ്കിൽ ഭയങ്കര പ്രശ്നക്കാരനാണ്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നത് ബന്ധമൊന്നും നോക്കത്തില്ല എന്ന് പറയാണ് മനു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ്റെ കാര്യത്തിൽ എനിക്കും അതാണ് പേടി. ഗംഗനെ പോലെയൊന്നുമല്ല അവൻ, ശിവനെ പോലെയും അല്ല, എടുത്തു ചാടി പ്രവർത്തിക്കുന്ന പ്രകൃതമാണ്. എനിക്ക് പേടിയാവുന്ന മനു, നീ ഒന്ന് പോയി നോക്കിയിടാന്ന് പറയുമ്പോൾ, നോക്കട്ടെ, അത്ര പെട്ടെന്നൊന്നും ആവത്തില്ല, എന്താവുമെന്ന് നോക്കട്ടെ. ബാലചന്ദ്രൻ സാറും ആളടങ്ങിയൊന്നും ഇരിക്കത്തില്ല, മൂപ്പര് പുലിയല്ലേ എന്നൊക്കെ ബാലചന്ദ്രനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ, നീ ബാലചന്ദ്രൻ ഫാൻസും പറഞ്ഞുകൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ കളിയാക്കാണ്. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കേണ്ട കാര്യം ല്ല. മിക്കവാറും ഇവിടെ രണ്ടുപേരും തമ്മിൽ, വൈജയാൻ്റെയും ബാലചന്ദ്രൻ്റെ അങ്കിളും തമ്മിൽ പരസ്പരം യുദ്ധം തുടങ്ങി അവർ തമ്മിൽ തല്ലി ചാവത്തേ ഉള്ളൂ. രണ്ടുപേരുടെ ജീവിതം ഇല്ലാതായി പോവുകയാണ്. വരട്ടെ, മിക്കവാറും അത് തന്നെ നമ്മൾ കാണേണ്ടി വരും ഈ പോക്ക് പോവുകയാണെങ്കിൽ എന്നൊക്കെ മനു പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര വിഷമമാണ്, ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നോർത്തിട്ട്. അതേസമയം രാജീവൻ മുകളിലേക്ക് കയറി ചെന്നിട്ടുണ്ടായിരുന്നു. രാജീവൻ ചെല്ലുന്ന സമയത്ത് ബാലചന്ദ്രൻ അവിടെ ഇങ്ങനെ ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അവളെ ബ്രെയിൻ വാഷ് ചെയ്തത്, അവൾ പോകാമെന്ന് സമ്മതിച്ചതായിരുന്നല്ലോ, നിന്നോട് അവളെ ഇവിടെ പിടിച്ചു നിർത്തണ്ട എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവളെ പിടിച്ചു നിർത്തിയൊന്നുമില്ല, ഞാൻ അവളെ കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ടോ, ഇല്ലല്ലോ, അവളോട് ഞാൻ പോവരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, വേറൊന്നും ഞാൻ പറഞ്ഞില്ല എന്ന് പറയട്ടോ. എന്നോട് ഇന്നലെ അവൾ സമ്മതിച്ചതാണല്ലോ പോയിക്കോളാമെന്ന്, പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പോവരുത് എന്ന് പറയുമ്പം വാക്ക് മാറ്റാനും മാത്രം എന്താണ് ഇവിടെ ഉണ്ടായത്, നീ എന്തോ കാര്യം പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ ഒന്നുമില്ല, ഞാൻ അവളോട് പോവരുത് എന്ന് പറഞ്ഞു, എന്നോടുള്ള സ്നേഹം കൊണ്ട് അവൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു, അത്ര തന്നെ എന്ന് പറയട്ടോ. ആ സമയത്ത് രാജീവൻ ബാലചന്ദ്രൻ്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട്. നീ എന്താട്ടാ കളിക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കണം. അപ്പോൾ കൈയെടുക്ക് രാജീവേ, നീ വലിയ ആൾ കളിക്കല്ലേ, എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിക്കാനും മാത്രം വളർന്നോ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ ആരാന്നാണ് നിൻ്റെ വിചാരം, നീ ആ കൈതിക്കൽ വീടിൻ്റെ പിന്നാമ്പുറത്ത് വന്നിരുന്ന് ഞങ്ങൾ തരുന്ന, ഞങ്ങളുടെ അമ്മ തരുന്ന ഭക്ഷണം വാരി വലിച്ച് കഴിച്ചുണ്ടാക്കിയ തടിയല്ലേടാ നിൻ്റെത്, എന്നിട്ട് നീ ഞങ്ങൾക്കെതിരെ തിരിയുന്നോ, ഞങ്ങളെ കൊത്തുന്നോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണ് രാജീവൻ ബാലചന്ദ്രന്. അതൊക്കെ കേട്ടപ്പോൾ ലാസ്റ്റ് രാജീവൻ പറയുന്നുണ്ട്, ശരിയാണ്, നിങ്ങളുടെ ചോറ് ഞാൻ കുറേ കഴിച്ചിട്ടുണ്ട്, അതിന് നന്ദി കേട് ഞാൻ ഒരിക്കലും ഇതുവരെ കാണിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ചോറ് ഞാൻ കഴിച്ചതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എനിക്ക് തന്ന സമ്മാനം ഉണ്ടല്ലോ, അത് ഇത്രയ്ക്കും വേണ്ടിയിരുന്നില്ല, ഇത്രയും വലിയൊരു സമ്മാനം നിങ്ങൾ എനിക്ക് തരണ്ടായിരുന്നു എന്ന് പറയണം. നീ എന്തായി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ പെങ്ങടെ എനിക്ക് കെട്ടിച്ചു തന്നില്ലേ, വിശുദ്ധയായ പതിവ്രതയായ സത്യസന്ധയായ കള്ളവും ചതിയും ഒന്നുമില്ലാത്ത നന്മ മാത്രമുള്ള നിങ്ങളുടെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലേ, അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ രാജീവനാകെ സംശയിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഇവൻ എന്തായിരിക്കും ഇങ്ങനെ പറയണേന്ന് ഓർത്തിട്ട്. എന്തേ രാജീവിന് നാവിറങ്ങിപ്പോയോ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴേക്കും മിണ്ടാട്ടം മുട്ടിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ഞങ്ങളുടെ പെങ്ങളെ, നല്ല പെങ്ങളെ, ഞങ്ങളുടെ സഹോദരിയെ നല്ലത് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് നിനക്ക് വിവാഹം കഴിച്ചു തന്നതും. നല്ലതിൻ്റെ കാര്യമൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട, നിങ്ങളൊക്കെ കൂടി എന്നോട് കാണിച്ച വഞ്ചന, ചതി, അതൊരിക്കലും ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ. നീ എന്തൊക്കെയാണ് ബാലചന്ദ്രയെ പറയുന്നത്, ഞങ്ങൾ എന്ത് ചതി കാണിച്ചു, വൈജി എന്ത് കാണിച്ചു എന്ന് നീ പറയുന്നത്, രാജീവിനൊന്നും അറിയത്തില്ല അല്ലേ, എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു തരാം, ആഗ്രയിൽ വെച്ചിട്ടേ നിങ്ങളുടെ പെങ്ങൾ അഴിഞ്ഞാടിയ കഥ എന്ന് പറയട്ടോ. അത് കേട്ടതും രാജീവ് ആകെ ഷോക്കായി പോവാണ്.
അപ്പോൾ നീ എന്തൊക്കെയാണ് ബാലചന്ദ്രയെ പറയുന്നത്? ആഗ്രയിൽ വെച്ചിട്ട് എൻ്റെ പെങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ സഹോദരി ആഗ്രയിലെ ഒരു സ്ത്രീ ഒരു സോറി നിങ്ങളുടെ പെങ്ങളെ ആഗ്രയിൽ വെച്ചിട്ട് ഒരു ക്രിസ്ത്യാനിയെ പ്രേമിച്ച് കൂടെ കഴിഞ്ഞില്ലായിരുന്നാ? അതിലൊരു കൊച്ചിനെ സമ്പാദിച്ചിട്ടില്ലേ അവൻ ഇട്ടിട്ട് പോയത്? ആ കഥ ഞാൻ അങ്ങോട്ടേക്ക് വിളമ്പണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും രാജീവ് ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഒരിക്കലും ബാലചന്ദ്രൻ ഇക്കാര്യം പറയുന്ന രാജീവ് വിചാരിച്ചതേ ഇല്ല. അപ്പോൾ ബാലചന്ദ്രൻ അതെ, ബാലചന്ദ്രൻ തന്നെയാണ് ഞാൻ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലൊക്കെ ഞാൻ ആളായിട്ട് നിൽക്കുന്നത്. എന്നാലും നിങ്ങളൊക്കെ കൊള്ളാം രാജീവേ. ഒരു പിഴച്ച പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് എൻ്റെ ജീവിതം മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞില്ല എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. നിൻ്റെ ജീവിതമൊന്നും ഇല്ലാതായില്ലല്ലോ, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ. നല്ല ജീവിതം? ഇതാണോ ജീവിതം? ഇങ്ങനൊരു ജീവിതം ഒരാൾക്കും കൊടുക്കല്ലേ എന്നാണ് ഞാൻ ഏത് സമയവും പ്രാർത്ഥിക്കുന്നത്. എനിക്ക് എങ്ങനെയൊക്കെ 3 മക്കളുണ്ടായിപ്പോയി. അല്ലാന്നുണ്ടെങ്കിൽ എന്നേ ഞാൻ ഇത് ഉപേക്ഷിച്ചേനെ എന്ന് പറയുന്നുണ്ട്. എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ജീവിച്ചിരുന്നത് എന്നൊന്നും നിങ്ങൾക്കറിയത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങൾ വലിയ സംഭവമായിരിക്കും. പക്ഷെ ഇവിടെ എന്നോട് ചെയ്തിരുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിങ്ങനെ സംസാരിക്കുകയാണ്. ഇനിയും ഞാൻ നിങ്ങളുടെ പെങ്ങളനുസരിച്ച് അവളുടെ വാശിക്കനുസരിച്ച് നിന്ന് കൊടുക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അലീനയാണ് മകള് എന്നുള്ള കാര്യം പറയുന്നില്ല കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ എന്നെക്കൊണ്ട് വിളമ്പിക്കാൻ നിൽക്കാതെ രാജീവ് ചെല്ലാൻ നോക്ക്. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റത്തില്ല, അത്രയും കാര്യങ്ങളുണ്ട് പറയാൻ എന്ന് പറയട്ടോ. അപ്പോൾ രാജീവിന് പിന്നെ മറുപടി ഒന്നുമില്ല. രാജീവ് പിന്നെ ബാലചന്ദ്രനെ അനുനയിപ്പിക്കാൻ നോക്കുകയാണ്. ബാലചന്ദ്ര, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുമ്പോൾ, സംഭവിച്ചു പോയി നീ എത്ര നിസ്സാരമാണ് രാജീവ് നിങ്ങൾക്കൊക്കെ ഇത് പറയാനായിട്ട്. ഞാൻ ഗംഗേട്ടനെ പോയി കണ്ടായിരുന്നോ? ഗംഗേട്ടനും ഇത് തന്നെയാണ് പറഞ്ഞത്, മറക്കണം, പൊറുക്കണം, സംഭവിച്ച കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷേ ഇത് പഴയതല്ല, ഇത് എനിക്ക് പുതിയ കാര്യമാണ്, ഇവിടെ നിന്ന് പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് രാജീവിനെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. രാജീവൻ ശരിക്കും മുകളിലേക്ക് പോയ രാജീവനല്ല താഴേക്ക് ഇറങ്ങി വരുന്നത്. ആകെ തളർന്ന മട്ടിലുള്ള രാജീവനായിട്ട് ഇറങ്ങി വരുന്നത്. ഇപ്പം കൊല്ലുമെന്ന് പറഞ്ഞു പോയ രാജീവൻ സ്വയം ചത്തിട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ രാജീവൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് വൈജയന്തി, എന്ത് പറ്റി രാജീവട്ട, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അയാൾ നമ്മൾ വിചാരിച്ച പോലും ഒന്നുമല്ല വൈജയ്. അയാൾ കട്ടയ്ക്ക് വാശി പിടിച്ച് നിൽക്കുകയാണ്. അയാളോട് മത്സരിക്കാൻ നീ നിൽക്കണ്ട, അയാളുടെ തീരുമാനം എന്താണോ അത് നടക്കട്ടെ എന്ന് പറയണം. അപ്പോൾ ഇവരാകെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. മുകളിലേക്ക് പോയ ആളെ അല്ല തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ മുകളിൽ വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനുവിന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, കൊച്ചച്ച എന്താ പറ്റിയത്, അങ്കിൾ എന്താ പറഞ്ഞത്, വെറുതെ കൊച്ചച്ചന് ഇങ്ങനെയൊന്നും പറയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഒന്നുമില്ലടാ, അയാൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, അയാൾ ആ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല, ആ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മളിനി അതിലേക്ക് ചിന്തിക്കാത്തതാണ് നല്ലത്. തൽക്കാലം അയാൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, ആ ഒരു ലെവലിൽ നമുക്കതിനെ വിട്ട് കളയാം. വൈജി, നീ കൂടുതൽ അയാളോട് ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നിനും പോവണ്ട എന്നൊക്കെ രാജീവൻ പറയട്ടോ. രാജീവട്ടനും ഇത് തന്നെയാണോ പറയുന്നത്? എൻ്റെ ഒരു കാര്യത്തിന് എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് വൈജ ഭയങ്കര കരച്ചിലും വീഴ്ചിലും ഓക്കെ കേട്ടോ. അങ്ങനെ മനു പറയുന്നുണ്ട്, ഞാൻ അങ്കിളിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മനു മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാണ് നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ മനു മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ മനു ചെന്നിട്ട് ബാലചന്ദ്രനോട് സംസാരിക്കുകയാണ്. അപ്പോൾ മനുവിനെ കണ്ടപ്പോൾ, നീയും വന്നിട്ടുണ്ടായിരുന്നോ മനു എന്ന് ചോദിക്കുക കേട്ടോ ബാലചന്ദ്രൻ. ഞാനുണ്ടായിരുന്നെങ്കിലേ കൊച്ചച്ഛനെയും കൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറയണം. എന്നിട്ട് നീ എന്താ നിൻ്റെ കൊച്ചച്ഛൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ ചോദിച്ചപ്പോൾ, കൊച്ചച്ഛനെ തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. അതേതായാലും നന്നായി എന്ന് പറയണം. അങ്കിളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കുക. എന്താണ്? കുറച്ച് ദിവസത്തേക്ക് അലീനെ ഒന്ന് മാറ്റി നിർത്താൻ പറ്റുമോ? എന്നാലും കുറച്ചൊന്നും പ്രശ്നങ്ങൾ മാറത്തില്ലെന്ന് ചോദിക്കുമ്പോൾ, നോ എന്നൊറ്റ വാക്ക് പറയട്ടോ. അപ്പോൾ പ്ലീസ് അങ്കിളെ, കുറച്ച് നാളത്തേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം, എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തോളാം, കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്താം. ഇനിയിപ്പോൾ ജോലിയൊന്നും വേണ്ട, കുറച്ച് ദിവസം അവൾ എറണാകുളത്ത് രേവതിക്കുട്ടിയുടെ വീട്ടിലാണെങ്കിലും പോയി നിൽക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം, തൽക്കാലം ഈ പ്രശ്നങ്ങളൊന്ന് തണുക്കട്ടെ എന്ന് പറയുമ്പം, മനു, നീ ഇത് എന്തറിഞ്ഞിട്ടാണ് പറയണത്? അലീനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അതെന്താ അങ്കിളെ? ഞാനും അങ്കിളും കൂടി പോയിട്ടല്ലേ അലീനയെ കൊണ്ടുവന്നത്. അലീനയെ സെലക്ട് ചെയ്തത് മുത്തശ്ശനാണ്. മുത്തശ്ശൻ മരിച്ചുപോയി. പിന്നെ അലീനയിലുള്ള ഉത്തരവാദിത്തം എനിക്കല്ലേ, ഞാനല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്, അവിടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാങ്കിളെ. ഞാൻ അങ്കിളിനെ ധിക്കരിച്ചോ അല്ലെങ്കിൽ അങ്കിളുടെ മുകളിൽ കയറി ഒന്നും പറയില്ല. അങ്കിള്, ഞാൻ പറയണമെന്ന് കേൾക്ക്. അങ്കിള് ചെയ്യുന്ന
പ്രവൃത്തിയിലൊക്കെ എന്തെങ്കിലും ന്യായം കാണുമെന്ന് കരുതി അങ്കിളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും അലീന ഇവിടെ നിന്ന് പോവരുത് എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്ന് ഒതുങ്ങുമെങ്കിൽ അലീന തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ മനുവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാണ് ബാലചന്ദ്രൻ. നീ ഇതെന്തറിഞ്ഞിട്ടാണ് മനു സംസാരിക്കുന്നത്? അലീന ആരാണെന്ന് വെച്ചിട്ടാണ് നീ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന ആ കഴക്കൂട്ടത്തിൽ ഓർഫനേജിൽ വളർന്ന ഒരു പെൺകുട്ടിയല്ലേ. അവളുടെ സ്വഭാവവും നന്മയും പെരുമാറ്റമൊക്കെ കണ്ട് നമ്മളൊക്കെ നമ്മളുടെ കൂടെയുള്ള ഒരാളായിട്ട് സ്നേഹിച്ചു പോയി. ശരിയാണ്, പക്ഷേ എന്ന് കരുതിയിട്ട് അവളൊരു ഹോം നേഴ്സ് അല്ലേ അങ്കിൾ, അല്ലാതെ നമ്മൾക്ക് അവളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്ന് പറയണം മനു. അത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ബന്ധമില്ലെന്ന് ആര് പറഞ്ഞു? എന്നേക്കാൾ കൂടുതൽ ബന്ധം നിനക്കുണ്ട് അവളുമായിട്ട് എന്ന് പറയട്ടോ. അങ്കിൾ എന്തൊക്കെയാണ് പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജ നിൻ്റെ ആരാണ്? എൻ്റെ ആൻറ്റി, എൻ്റെ അച്ഛൻ്റെ സഹോദരി. വൈജ നിൻ്റെ അച്ഛൻ്റെ സഹോദരിയാകുമ്പോൾ വൈജയ്ക്കൊരു മകളുണ്ടെങ്കിൽ അത് നിനക്ക് ആരാണ് എന്ന് ചോദിക്കാട്ടോ. വൈജയ്ക്കൊരു മകളുണ്ടെങ്കിൽ അത് എൻ്റെ സഹോദരിയുടെ മകൾ. അപ്പോൾ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ മുറപ്പെണ്ണ് എന്ന് പറയാട്ടോ. പക്ഷെ അങ്കിളെ ഞാൻ ബബിതയെ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ബബിത എൻ്റെ അനിയത്തിക്കുട്ടി, അവൾ പഠിക്കില്ല. ഞാൻ ബബിതയുടെ കാര്യമൊന്നുമല്ല ഇവിടെ പറയുന്നത്. പിന്നെ ആരുടെ കാര്യമാണ് പറഞ്ഞത്? ഞാൻ അലീനയുടെ കാര്യമാണ് പറയുന്നതെന്ന് പറയട്ടോ. അലീനയുടെ കാര്യമോ? അലീന എങ്ങനെ അങ്കിളെ വൈജാൻറ്റിയുടെ മകളാകും? അവൾ അവിടെ ഓർഫനേജിൽ വളർന്ന ഒരു ഓർഫനല്ലേ എന്ന് ചോദിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, എന്നേക്കാൾ കൂടുതൽ ബന്ധം നിനക്കുണ്ട് എന്ന് പറഞ്ഞത് എന്ന് പറയാട്ടോ. എന്താ അങ്കിൾ ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്കിളൊന്ന് തെളിച്ച് പറ എന്ന് പറയുന്നുണ്ട് മനു. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മനു, നീയും ഞാനും ഒക്കെ വെറും വിഡ്ഢിവേഷം കെട്ടിരുന്നു ഇത്രയും നാൾ. എൻ്റെ അവസ്ഥയിലൊന്ന് ചിന്തിച്ച് നോക്കണം നീ ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട്. അപ്പോൾ മനസ്സിലാക്കും ഞാൻ എത്രത്തോളം മനസ്താപത്തിലൂടെയാണ്, എത്രത്തോളം മനപ്രയാസത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിനക്ക് മനസ്സിലാകും. എൻ്റെ ആ ഒരു അവസ്ഥ നിനക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയണം. അങ്കിൾ പറയണമൊന്നും മനസ്സിലാവുന്നില്ല. അങ്കിൾ എന്താ കാര്യം പറയുമെന്ന് പറയുമ്പോൾ, നിനക്കറിയാമോ ഞാൻ എവിടെയായിരുന്നു 2 ദിവസം പോയത് എന്ന്, 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നത് എവിടെയായിരുന്നോ നിനക്കറിയോ എന്ന് ചോദിക്കണം. അങ്കിള് അത് കോയമ്പത്തൂർ പോയതാണെന്നല്ലേ പറഞ്ഞത്? അതെ, കോയമ്പത്തൂർ പോയതായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പോയത് കോയമ്പത്തൂരല്ല, നീലഗിരിയിൽ ഗംഗേട്ടൻ്റെ അടുത്തേക്ക് എന്ന് പറയണത്. വല്യച്ഛൻ്റെ അടുത്തേക്കോ? എന്തിനാണ് അങ്കിള് വല്യച്ഛൻ്റെ അടുത്തേക്ക് പോയത്? അതെ, നിൻ്റെ വല്യച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ തക്കതായ കാരണം ഉണ്ടായിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യം ഞാനും നീയും അല്ലാതെ മറ്റൊരാൾ അറിയാൻ പാടില്ല. നീ അലീനയോട് പോലും ഇതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ പാടില്ല. സമയം വരട്ടെ, ഞാൻ പറയാം എന്ന് പറയാട്ടോ. എന്താണ് അങ്കിള് പറയുന്നത്? അലീനയെക്കുറിച്ച് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഗംഗേട്ടൻ ആഗ്രയിൽ കുറച്ച് നാൾ താമസിച്ചിരുന്നു എന്ന് നിനക്കറിയാലോ. നീ കുഞ്ഞായിരിക്കുമ്പോൾ. അറിയാം അങ്കിളെ. നിൻ്റെ വൈജയാൻറ്റി അവിടെ പോയി കുറച്ച് നാൾ താമസിച്ചിരുന്നു എന്നുള്ളത് നിനക്കറിയാലോ. അറിയാം. പിന്നീട് കുറച്ച് നാൾ തിരുവനന്തപുരത്ത് 1 വർഷത്തോളം താമസിച്ച കാര്യവും നിനക്കറിയാലോ. അറിയാം. അതെന്തിനായിരുന്നു എന്നുള്ളത് എനിക്ക് ശരിക്കും അറിയത്തില്ല അങ്കിളെ. അവിടെ തിരുവനന്തപുരത്ത് താമസിച്ചത് ആൻറ്റിക്ക് എന്തോ അസുഖം ഉണ്ടായിരുന്നു എന്ന് പറയണത് കേട്ടു. എന്തസുഖമാണെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, എന്നാ അസുഖം എന്തായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. എന്താ അങ്കിളെ? നിൻ്റെ വൈജയാൻറ്റിക്ക് ഗർഭമായിരുന്നു അസുഖം. അങ്കിൾ എന്തൊക്കെയാണ് പറയണത്? വൈജയാൻറ്റിക്ക് ഗർഭമോ? അതെ, വിവാഹത്തിന് മുൻപ് വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറയട്ടോ. അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ, അതെ, ആഗ്രയിൽ വെച്ചിട്ട് ഒരു ക്രിസ്ത്യൻ യുവാവുമായിട്ട്, ഒരു പട്ടാളക്കാരനുമായിട്ട് നിൻ്റെ ആൻറ്റിക്ക് അടുപ്പമുണ്ടായിരുന്നു. ആ അടുപ്പം വളരെ വലിയ അടുപ്പം തന്നെയായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയത്ത് അവർ പിരിയുന്ന സമയത്ത് വൈജ ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞിനെ തിരുവനന്തപുരത്ത് പോയി പ്രസവിക്കുകയും ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയാട്ടോ. അങ്കിൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുകയാണ് മനു. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വൈജയാൻറ്റിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നോ? അതെ, നിൻ്റെ വൈജയാൻറ്റിക്ക് ശരിക്കും എന്നെ വഞ്ചിക്കുകയായിരുന്നു എല്ലാവരും കൂടിയിട്ട്. ഇങ്ങനെ പിഴച്ച് പ്രസവിച്ച ഒരു പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മനുവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് സംസാരിക്കുകയാണ്. അത് കേട്ടിട്ട് മനു ആകെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ, എന്ത് പറയണമെന്നറിയാതെ. എന്നിട്ട് ഇതും അലീനയും തമ്മിൽ എന്താണ് ബന്ധം അങ്കിളെ എന്ന് ചോദിക്കണം. നിൻ്റെ വൈജ പ്രസവിച്ച ആ മകളാണ് അലീന എന്ന് പറയണം. അത് കേട്ടതും മനു ആകെ ഷോക്കായിട്ട് ആകെ തകർന്നു പോകട്ടോ.
എന്താ പറയാൻ ഒന്നും അങ്കിൾ എന്നിങ്ങനെ വിളിച്ചു പോണ്. അതേ മനു, ഞാൻ പറഞ്ഞത് സത്യമാണ്. 23 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ വൈജയന്തി തിരുവനന്തപുരത്ത് പ്രസവിച്ച ആ മകളാണ് അലീന. ആ കുഞ്ഞിനെയാണ് നിന്റെ മുത്തശ്ശനെടുത്ത് ബ്രിജിത്ത മമ്മിയെ ഏൽപ്പിച്ചത്. അതുകൊണ്ടാണ് ബ്രിജിത്ത മമ്മി മരിക്കാൻ സമയമായപ്പോൾ നിന്റെ മുത്തശ്ശനെ തേടി വന്നതും നിന്റെ മുത്തശ്ശനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് തന്നെ ആ മകളെ അയച്ചതും എന്ന് പറയണം. ഇതെല്ലാം കേട്ടിട്ട് ആകെ കിളി പറന്നു പോയ ഒരു മട്ടിൽ നിൽക്കണം മനു. അങ്കിൾ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്കിൾ എന്തായി പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ എന്താ പറയണത് എന്ന് അങ്കിളിന് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എല്ലാ തെളിവുകളോടും കൂടിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നീ ഇതൊന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ വോയിസ് റെക്കോർഡിങ്സ് കേൾപ്പിച്ചു കൊടുക്കുകയാണ് അലീനയും രേവതിക്കുട്ടിയും തമ്മിലുള്ള. അതുകൂടി കേട്ടപ്പോൾ മനു ആകെ ഷോക്കായി പോവാട്ടോ. അങ്ങനെ അവസാനം മനു അറിഞ്ഞിരിക്കുകയാണ് ബാലചന്ദ്രൻ്റെ നാവിൽ നിന്ന് തന്നെ അലീന തൻ്റെ വൈജയന്തിയുടെ മകളാണ് എന്നുള്ള സത്യം അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണമാണ് ബാലചന്ദ്രൻ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം മനു അറിഞ്ഞിരിക്കുകയാണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും അലീനയോട് ഭയങ്കര സ്നേഹമായിരുന്നു, പ്രണയം തന്നെയാണ് മനുവിന്. ഇതും കൂടി അറിയുമ്പോൾ ഇച്ചിരി പ്രണയം കൂടുന്നേ ഉള്ളൂ. ഇനി അവരുടെ കുറച്ച് പ്രണയ രംഗങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.